ഞാനിന്ന് വിചാരിക്കുകയായിരുന്നു, ദശമൂലത്തിനെ കൊണ്ടുപോകണ്ട, പക്ഷെ നമുക്കൊരു മൈനിങ്ങിന് പോയാലോ എന്ന്. അയ്യോ രാത്രി. അതെ ഗൈസ്, നമ്മൾ മൈനിങ്ങിന് പോകാൻ പോവാണ്. പിന്നെ എൻ്റെ ഫുഡ് മൊത്തം കഴിഞ്ഞ് എൻ്റെ ബാക്കിയുള്ള ഒരു സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. ഇതിപ്പോൾ 4ാമത്തെ എപ്പിസോഡായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കഴിഞ്ഞത്. അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ ഇന്ന് നമുക്കൊരു ഗസ്റ്റും ഉണ്ട് ഗൈസ്. നമ്മളെ കൂടെ സിധു കളിക്കാൻ വരുന്നുണ്ട് ഗൈസ്. സിധു ഹായ് പറയൂ. സിധു സിധു ഹായ് പറയൂ സിധു. പിന്നെ നമ്മളിവിടെ ഒരു പാത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ചെസ്റ്റും വെച്ച് ഈ സൈഡിലും ഈ സൈഡിലും. അപ്പോൾ അത് പെർഫെക്റ്റായി. ഇവിടെ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് ജസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല, തുറക്കാറ്റില്ല, അതിൻ്റെ മുകളിൽ ബ്ലോക്കുള്ളതുകൊണ്ട്. ഓക്കെ, ഇത് കുറച്ചും കൂടി കൊള്ളാം. ഒരുമാതിരി ഹെലികോപ്റ്റർ പോലെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ മൈനിങ്ങിന് പോവാണ്. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോൺ ടൂൾസ് എല്ലാം മാറ്റി അയൺ ടൂൾസ് ആക്കാൻ വേണ്ടി ഞാൻ പോവാണ്. ഇവിടെ സിധു ഇതുവരെ വന്നിട്ടില്ല. സിധു ഇപ്പം വരും. ജോയിനായിട്ട് നോക്ക്. ഇവൻ്റെ പേര് ഞാൻ പറയാം, ദശമൂലൻ. നല്ല പേരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് കഴിയുന്ന പേര് ദശമൂലൻ നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സിധു ജോയിൻ ആയിരിക്കുകയാണ്. നമുക്കിനി സിധുവിനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാം. എടാ, എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അവൻ വന്ന് അവനെ കടിച്ച് കീറരുത് കേട്ടാ. ഞാൻ അവനെ എടുക്കാൻ പോവാണ്. പഠിച്ചോനെ, ഏത് വഴിയായിരുന്നു? അത് ഞാൻ വെച്ചതാ. അവിടെ വല്ല ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്നു. അല്ല ആകണ്ടില്ല. ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് എന്തായാലും കുറവായിരിക്കും. എനിക്ക് ബഗ്ഗടിച്ചു. നിനക്ക് ആ ജനറേറ്റ് ആവാത്തത് നിനക്ക് ബഗ്ഗടിച്ചിട്ടാ. നെതർ പോർട്ടലിന് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും സമയമല്ല നമുക്ക്. സിധുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്താം. സിധു, നിനക്കറിയില്ലാടാ ചെറിയ ബ്ലോസത്തേക്കുള്ള വഴി. വാടാ, നിനക്കൊക്കെ അറിയാം. പോവാൻ പറ്റുന്നില്ല. എന്താ പോവാൻ പറ്റാത്തത്? വില്ലേജിന്റെ സൈഡിൽ വില്ലേജിക്കുവാ. ശരി, പെട്ടെന്ന് പെട്ടെന്ന് പോകൂ, പെട്ടെന്ന് കേറൂ, ഉയരങ്ങളിലേക്ക് കേറൂ. പിങ്ക് ഷീപ്പ്. അയ്യോ എവിടാ? അയ്യോ, ഇവൻ ഡീസ്പോൺ ആവാൻ വേണ്ടി എവിടെയെങ്കിലും പിടിച്ച് കിട്ടിട്ടോ. ഞാനൊരു ലെഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. ഒരു മിനിറ്റ്, അവനെ ഞാനങ്ങ് കേട്ടിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇവൻ ഏതെങ്കിലും ഫെൻസിൽ കൊണ്ടിടണമല്ലേ, അത് ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ എവിടെ കെട്ടിടും? ഇതിൻ്റെ മുകളിലത്തെ ഫെൻസിൽ കെട്ടിടാറ്റോ? ഭയങ്കര കയറിലാവും. നമുക്കിവൻ എവിടെ കെട്ടിവിടെ? എൻ്റെ ഇപ്പോൾ ഫെൻസ് ഇല്ലല്ലോ. ഇവനെ നമുക്ക് തൽക്കാലം ഇവിടെ പറ്റുമോ? മനുഷ്യന്മാർക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഷീപ്പിനെ, ഒരു പിങ്ക് ഷീപ്പിനെ നമ്മുടെ വീടിന്റെ മുമ്പിൽ കെട്ടിട്ടേക്കാണ് സുഹൃത്തുക്കളെ. സിധു പറയെന്തെങ്കിലും. അയ്യോടാ, അതിനടിക്കലടാ, കഷ്ടപ്പെട്ട് കൊടുത്ത സാധനടാ. ഞാൻ എവിടെ നിന്നാ വന്നതെന്നാ? അത് ഞാൻ നിന്നോട് ചോദിക്കണ്ടതാ, നീ എവിടെ നിന്നാ വന്നേ? ഞാൻ പറ, എന്നാ പിടിച്ചോ. എക്സ്റ്റൻഷൻ സ്റ്റഫ് വേൾഡ്. ഇതാണ് എൻ്റെ മെഗാ ഫാം. അതാണ് എൻ്റെ മെഗാ അല്ലാത്ത വീട്. എന്തായി എർലി ഡൈ ഡേ ക്രോപ്സ് ഒക്കെ നശിപ്പിക്കണി വൻ. ഇത് ഒന്നും പൊട്ടിക്കരുത് നീ. ചെറിയ ബ്ലോസത്തിന്റെ മരം പൊട്ടിക്കരുത്. ഇതൊക്കെ എൻ്റെ വീടിന്റെ അടുത്തുള്ള ബ്യൂട്ടിയാണ്. ഇത് അവിടെ ഉള്ള മരം പൊട്ടിച്ചു.
മറ 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 മറ. ഞാൻ മനസ്സിലാക്കി ഞാൻ അത് ശരി, കൺവിൻസിങ് സ്റ്റാർ. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനം കാണിച്ചു തരാം. എന്തിപ്പോൾ മിക്കവാറും മൈനിങ് ഒന്നും ചെയ്യാറത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അത് 20 പോർക്ക് ഞാനിവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിനി ഫുഡ് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഫുഡില്ല എന്നാണ് എൻ്റെ ഒരിത്. കാരണം ബ്രെഡൊക്കെ പെട്ടെന്ന് തീരും. ബാക്കിയുള്ള ഫുഡ് നമുക്ക് പിന്നെ ഒപ്പിക്കാനും ഭയങ്കര പണിയാണ്. ഇത് നിങ്ങൾ കാണിച്ചതില്ല. ഇതാ മൈൻക്രാഫ്റ്റ് വിത്ത ചിക്കൻ പോലെ ഉണ്ട്. നമുക്കത് തിന്നാം. അത് കയ്യിലിടാ. അപ്പുറത്ത് പോയി നോക്കടാ. പോടാ. സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുറാ നിനക്ക്. നമുക്ക് ബീഫും ഉണ്ട്, മട്ടനുണ്ട്. സ്റ്റോണൊക്കെ പോയി മൈൻഡ് ചെയ്തെടുക്കടാ. അയ്യോ നല്ല ലാഗുണ്ട്. നിന്നെ കൊണ്ട് ഈ സീരിയസിൽ മാക്സിമം പണിയെടുപ്പിക്കുമെന്ന് ഞാൻ പറയും. നല്ല ലാഗുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മക്ക് ഇതെന്താ? അത് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ്. അവിടെ ഒന്നും തൊടാൻ നിൽക്കണ്ട. അപ്പം നമുക്ക് അവിടെ ഒരു ബിൽഡ് കൊണ്ടുവരണം. ഇന്നും മിക്കവാറും എനിക്ക് മൈനിങ്ങിൽ പോകാൻ പറ്റൂല. പിങ്ക് ഷീപ്പ് നിൽക്കുന്ന നിപ്പ് കണ്ട. അയ്യോ, ഞാൻ ഫെൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നില്ല. അത് ഞാൻ മറന്നുപോയി. നമുക്ക് നേരെ ഫെൻസ് ഉണ്ടാക്കാൻ പോവാം. ഇതിപ്പോൾ നമുക്ക് ആ സ്റ്റിക്ക് ഉണ്ടാക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടിക്കോളും. ലാഗല്ലേ, ഫസ്റ്റ് ഉണ്ടാവണ ലാഗാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊക്കെ എത്ര ലാഗാ. വീഡിയോയിലല്ലേ ലാഗൊന്നും ഉണ്ടാവില്ല, പക്ഷെ കളിക്കുന്ന എനിക്കെല്ലാം അറിയൂ ഗൈസ് ലാഗ്. അത് അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഇമോട്ട് ഇടുന്നത്. അപ്പം ലാഗ് തീരെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അവൻ ഓടിപ്പോയാ ഇല്ല. അതിപ്പോൾ എങ്ങനെ ഊരും ഞാൻ? അങ്ങോട്ട് കയ്യെത്തുന്നില്ല. ഇനി ഞാൻ എങ്ങനെ രക്ഷിക്കൂടാ? ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് ഇപ്പം കുറച്ചും കൂടി കൊള്ളാം. ഈ വൃദ്ധ ചെയ്ത ബ്ലോക്ക് കൊണ്ട് പിടിച്ചളയാം. ഈ ശവലോണ്ട് പൊട്ടിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല അനിമേഷൻ ഉണ്ട്. ഏതാ ഈ വുഡൻ പിക്കാക്സ്? ശരി, എനിക്കെല്ലാം വന്നിട്ട് പോവാണ് വേസ്റ്റ്. അതിനൊന്നും പിടിച്ചിട്ടില്ലല്ലേട്ടാ. നീ മര്യാദക്കിരിക്കാണ്. ദേഷ്യം പിടിച്ചാണ്ടല്ല. നമുക്കിനി ബാക്കി പരിപാടിയിൽ ആണെങ്കിൽ ആണ് ഓഫാക്കിയാലാ? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബിൽഡ് നമുക്ക് ഇവിടെ നിന്ന് പൊടിച്ചെടുക്കാം. ഞാനിതൊരു കിണർ പോലെ പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഫെൻസും വേണം. ഈ വെള്ളം എവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ബിൽഡാക്കാം. എൻ്റെ ഒരു സ്റ്റോൺ ഇല്ല. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. ഇതിൽ ഞാൻ മാത്രം ഏതെങ്കിലും ഒരു പ്ലെയർ ഉറങ്ങിയാൽ മതി. അങ്ങനൊരു മോഡാണ് ഞാൻ ഇതിലിട്ടേക്കുന്നത്. വശത്തേക്ക് ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. അതോ ഇരിക്കുകയാണ് കുറച്ച്. എടാ ലാഗാക്കല്ലേ. അതങ്ങനെ പോകുന്നില്ല. ഇനി നമ്മൾ എന്തോന്ന് ചെയ്യുന്നു? നമ്മളിനി ഓക്കെ, നമുക്കാദ്യം മൈനിങ്ങിന് തന്നെ പോകേണ്ടി വരും. കോൾ എടുക്കട്ടെ, ടോർച്ച് ഉണ്ടാക്കട്ടെ. കുറച്ച് ഫുഡ് കൈ വെച്ചിരിക്കുന്ന നല്ലതാണ്. ഇനി കൈ വെച്ചിട്ട് ഫുഡ് കഴിഞ്ഞാലാ സ്പീഡ് കൂടെ നടക്കണേ. സ്പ്രിന്റ് ഓക്കെ, നമ്മൾ ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂലം നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. അല്ല, എവിടെ ഇരുന്നത്? എനിക്ക് ഏവാണ്ട് പിടിച്ചാ? അവിടെയാണ്.
ആ കേവിലേക്ക് പാത്ത് വെക്കണമായിരുന്നു. ഹ്യൂജ് കേവ് ഹേ, ഹ്യൂജ് കേവ്. സ്പീഡ് കൂടാ. അയ്യോ ആ പാട്ട് നിക്ക് പോവല്ലേ പോവാനാ. ഇനി അങ്ങോട്ട് ഇനി മോളിലേക്ക് പോയാൽ മതി, താഴത്തേക്കൊന്നും പോണില്ല. പോവല്ലേ. ഭൂതങ്ങൾക്കൊരു ഭൂതം, ഞാൻ ഭൂമി കറക്കണം, ഭൂമി തിരിയൂടെ വെള്ളം. അയ്യോ ഭൂതം ഓടിക്കോ. ഗോവേ നമുക്കിനി പ്രൊഫഷണലായിട്ട് കുറച്ച് സ്റ്റോൺ പറക്കാം. കയം കിട്ടി. കുറച്ച് പറക്കിയെടുത്തോ. നമുക്ക് ഈ വേൾഡിൽ നമ്മൾ OP ആയതുകൊണ്ട് 4 എണ്ണം കിട്ടി. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ലെറ്റ്സ് പ്ലേയിൽ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രാഗനെ കൊന്നാലോ വിചാരിക്കേ. പെട്ടെന്ന് നമുക്ക് കൊല്ലാലോ, സിമ്പിൾ സാധനമല്ലേ. ഈ സീഡിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. സിമ്പിളായിട്ട് ഒരുപാട് ഡയമണ്ട്. ഞാൻ മറ്റേ സ്ട്രോങ് ഗോൾഡ് തപ്പിപ്പോയപ്പോൾ എന്തോരം പിക്കാക്സ് പൊട്ടി. ലയൺ പിക്കാക്സ് ഉണ്ട്, പക്ഷെ ഞാൻ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത്ര സ്റ്റോൺ മതിയാവും നമുക്ക്. 39 അത്ര മതി. നീ മോളിക്കുവേ അടിക്ക. അയ്യോ ലാഗ് അടിച്ചിട്ട് MLG പോലും ചേർത്തില്ല. ചോദിച്ചില്ല. ചോദിക്കണ്ട. അയ്യോ താങ്ക്സ്. മോളി കയറാനല്ല, താഴത്ത് കറങ്ങാനാണ്. അയ്യോ ഞാൻ പോണേ. അങ്ങനെ പോട്ടുവണ്ടി ഡയമണ്ട് കിട്ടിയാൽ മതി. അയ്യോ ഓടും മറ്റേ സ്ഥലം ഉണ്ടല്ല. ഇപ്രാവശ്യം നമുക്ക് അവിടെയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയാലാ. എൻ്റെ കയ്യിലാണെങ്കിൽ ഹെൽത്ത് ഇല്ല കേട്ടാ. എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. എനിക്ക് 3.5 ആട്ട, അല്ല 2.5 ആട്ട്. അറത് അവിടെ വിളിച്ചം. ഓ കൊറേ ആയി. ഞാൻ അന്വേഷിക്കാനാ? എടാ എനിക്കൊന്നും ചേരത്തില്ല. അതാര്? ഏതോ ക്രീപ്പർ വന്ന് എൻ്റെ അടുത്തുനിന്ന് പൊട്ടിത്തെറിച്ചു. അവനെന്തൊക്കെയോ സൗണ്ട് എഫക്റ്റ് ഒക്കെ തരണ്ടല്ലോ. പിന്നെ അയ്യോ ചത്തു. ഞാൻ പിങ്ക് ഷീപ്പിനെ കൊല്ലും. പിങ്ക് ഷീപ്പിനെ കൊല്ലരുത്, പിങ്ക് ഷീപ്പിനെ കൊല്ലരുത്. പിങ്ക് ഷീപ്പിനെ കൊന്ന് ഇത് വേൾഡിൽ കയറ്റിയ പടിയായല്ല. സമയമായി. അപ്പം ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിക്കുക.